ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും എജുബ്ലിസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് എടുക്കാനായിട്ട് പോകുന്നത് 5ാം ക്ലാസ്സുകാരുടെ സോഷ്യൽ സയൻസ് ടെക്സ്റ്റ് ബുക്കിലെ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള പീലീസ് വില്ലേജ് ആണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ പറയുന്നത് പീലി എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയുടെ വില്ലേജിലേക്ക് പോകുന്ന അവളുടെ ഫ്രണ്ട്സിൻ്റെ കാര്യങ്ങളാണ് കേട്ടോ. വില്ലേജിലേക്ക് പോകുന്നതും അവിടെ കാണുന്ന കാഴ്ചകളും ഒക്കെയാണ് ഈ ഒരു ചാപ്റ്ററിൽ നമ്മളോട് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് പീലിയുടെ 4 ഫ്രണ്ട്സിനെ ഈ പിക്ചറിൽ കാണാം അല്ലേ. ഓക്കെ, അപ്പോൾ നമുക്ക് താഴെ കൊടുത്തിട്ടുണ്ട്, ഹേ ഫ്രണ്ട്സ്, അവർ സമ്മർ ഹോളിഡേയ്സ് ആർ എബൌട്ട് ടു ഫ്രണ്ട്സ്. കൂട്ടുകാരെ, നമ്മളുടെ സമ്മർ ഹോളിഡേയ്സ് എന്താണ്, അവസാനിക്കാറായി. ബിഫോർ ദാറ്റ് പീലി ഹാസ് ഇൻവൈറ്റഡ് ഹെർ ക്ലാസ്മേറ്റ്സ് ടു ഹെർ വില്ലേജ്. അപ്പോൾ അതിന് മുൻപായിട്ട് പീലി എന്ത് ചെയ്തു, അവളുടെ ക്ലാസ്മേറ്റ്സിനെ അവളുടെ വില്ലേജിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട്. പീലീസ് 4 ഫ്രണ്ട്സ് ആർ ഗെറ്റിംഗ് പ്രിപ്പയർഡ് ഫോർ ദ ട്രിപ്പ് ടു ദ വില്ലേജ്. അപ്പോൾ പീലിയുടെ 4 ഫ്രണ്ട്സ് എന്താണ്, വില്ലേജിലേക്ക് ട്രിപ്പ് പോകാൻ റെഡി ആവുകയാണ്. ഡോണ്ട് യു ഓൾസോ ലൈക്ക് ടു ട്രാവൽ? നിങ്ങൾക്കും ട്രാവൽ ചെയ്യാൻ താല്പര്യമില്ലേ? ഷാൾ വി ഓൾസോ ഗോ ടു ദ പീലീസ് വില്ലേജ് വിത്ത് ദം? നമുക്കും പീലിയുടെ ഫ്രണ്ട്സിൻ്റെ കൂടെ വില്ലേജിലേക്ക് പോയാലോ, പീലിയുടെ വില്ലേജിലേക്ക്? ഓക്കെ, ലെറ്റ്സ് ഗെറ്റ് ടു നോ ഈച്ച് അതർ ബിഫോർ അവർ ട്രിപ്പ്. നമ്മൾ ട്രിപ്പ് പോകുന്നതിന് മുമ്പ് നമുക്ക് എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പരിചയപ്പെടാമെന്നാണ് പറയുന്നത്. ഐ ആം നീനു. ഐ മൂവ് അറൗണ്ട് ഓൺ എ വീൽ ചെയർ. My house is at the government officers' quarters near the city. I have a younger brother also. അപ്പോൾ ഫസ്റ്റ് ആരാണ്, നീനു എന്ന് പറയുന്ന പെൺകുട്ടിയാണല്ലേ. ആ കുട്ടി വീൽ ചെയറിലാണ് കേട്ടോ. ആ കുട്ടിക്ക് നടക്കാനായിട്ട് സാധിക്കില്ല, വീൽ ചെയറിലാണ് മൂവ് ചെയ്യുന്നത്. ഓക്കെ, ആ കുട്ടിയുടെ വീട് എവിടെയാണ്, ഗവൺമെൻറ് ഓഫീസേഴ്സ് ക്വാർട്ടേഴ്സിലാണ്, സിറ്റിയുടെ അടുത്ത് തന്നെയായിട്ടാണ്. ആ കുട്ടിക്ക് ഒരു അനിയനും കൂടിയുണ്ട്. ഓക്കെ, ഇനി അടുത്ത കുട്ടിയാണ് അപ്പു. മൈ നെയിം ഈസ് അപ്പു. മൈ ഹൗസ് ഈസ് ഇൻ എ സ്ലം ഇൻ ദ സിറ്റി. അപ്പോൾ എൻ്റെ പേര് അപ്പു എന്നാണ്. എൻ്റെ വീട് എവിടെയാണ്, സിറ്റിയുടെ ഉള്ളിലുള്ള ഒരു ചേരിയുടെ ഉള്ളിലാണ് എൻ്റെ വീടെന്നാണ് പറയുന്നത്. ഐ ഹാവ് ഓൺലി അമ്മ അറ്റ് ഹോം. എനിക്ക് എൻ്റെ വീട്ടിൽ അമ്മ മാത്രമാണുള്ളത്. മൈ അമ്മ ഈസ് എ വർക്കർ ഇൻ എ ടെക്സ്റ്റൈൽ മിൽ. അപ്പം എൻ്റെ അമ്മ എവിടെയാണ് ജോലി ചെയ്യുന്നത്, ടെക്സ്റ്റൈൽ മില്ലിലാണ് കേട്ടോ ജോലി ചെയ്യുന്നത്. അപ്പോൾ അടുത്തതാണ് വിക്കി എന്ന് പറയുന്ന കുട്ടി കേട്ടോ. മൈ നെയിം ഈസ് വിക്കി. ഐ ലീവ് ഇൻ ആൻ അപ്പാർട്ട്മെൻറ്റ് ഇൻ ദ സിറ്റി. അപ്പോൾ വിക്കി എവിടെയാണ് താമസിക്കുന്നത്, സിറ്റിയിലുള്ള ഒരു അപ്പാർട്ട്മെൻറ്റിലാണ് വിക്കി താമസിക്കുന്നത്. മൈ പപ്പ ഈസ് എ ബിസിനസ് മാൻ. അപ്പോൾ വിക്കിയുടെ പപ്പ ഒരു ബിസിനസ് മാൻ ആണ്. ആൻഡ് മൈ മോം റൺസ് ഹെർ ഓൺ ടെക്സ്റ്റൈൽ ഷോപ്പ്. അപ്പോൾ വിക്കിയുടെ അമ്മയ്ക്ക് എന്താണ്, ഒരു ടെക്സ്റ്റൈൽ ഷോപ്പ് സ്വന്തമായിട്ട് തന്നെ ഉണ്ട് കേട്ടോ. ഇനി അടുത്തതാണ് ചമേലി എന്ന് പറയുന്ന കുട്ടി. ഐ ആം ചമേലി. വി ആർ നേറ്റീവ്സ് ഓഫ് ആസാം. അപ്പോൾ ചമേലി എവിടെ നിന്നാണ് വരുന്നത്, ആസാമിലാണ് കേട്ടോ അവളുടെ വീട്. മൈ മാ പാപ്പ ആൻഡ് ഐ ഹാവ് ബീൻ ലിവിങ് ഇൻ കേരള ഫോർ മെനി ഇയേഴ്സ്. അപ്പോൾ കുറേ വർഷങ്ങളായിട്ട് അവർ കേരളത്തിലാണ് കേട്ടോ ജീവിക്കുന്നത്. ചമേലിയുടെ അമ്മയും അച്ഛനും ഒക്കെ കേരളത്തിലാണ് താമസിക്കുന്നത്. വി കെയിം ടു കേരള വെൻ ഐ വാസ് 5 years old. ചമേലിക്ക് 5 years ആയിരുന്ന സമയത്താണ് അവർ കേരളത്തിലേക്ക് വരുന്നത്. വി ലീവ് ഇൻ എ പ്ലേസ് വർ പീപ്പിൾ ഫ്രം അതർ സ്റ്റേറ്റ്സ് ലിവ് ടുഗെദർ. അപ്പോൾ ചമേലി എവിടെയാണ് താമസിക്കുന്നത്, അതായത് മറ്റ് സ്റ്റേറ്റ്സിൽ നിന്ന് വന്ന പീപ്പിളൊക്കെ താമസിക്കുന്ന സ്ഥലത്താണ് ഇവരും താമസിക്കുന്നത്. ഓക്കെ, ഇനി അടുത്തത് പറയുന്നത്, ഇൻട്രൊഡ്യൂസ് യുവർ സെൽഫ് ആസ് എ ഫിഫ്ത്ത് പേഴ്സൺ ഇൻ ദ ഗ്രൂപ്പ് ബൈ ഡ്രോയിങ് യുവർ പിക്ചർ. അപ്പോൾ ഇതിൽ പറയുന്നത്, നിങ്ങളുടെ ഒരു പിക്ചർ ഇവിടെ വരച്ചു വെക്കുക, അതിനുശേഷം എന്ത് ചെയ്യുക, നിങ്ങളെ തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യുക. മൈ നെയിം ഈസ് എന്താണോ നിങ്ങളുടെ പേര് അത് എഴുതുക. ഐ എം കമ്മിങ് ഫ്രം പ്ലേസ് എഴുതുക. എൻ്റെ വീട്ടിൽ ആരൊക്കെയുണ്ട്, പിന്നെ അങ്ങനെ എഴുതി വയ്ക്കുക കേട്ടോ. ഓക്കെ, പിന്നെ അച്ഛൻ എന്താണ് ജോലി, അമ്മയ്ക്ക് എന്താണ് ജോലി എന്നൊക്കെ എഴുതി വയ്ക്കുക കേട്ടോ. ഓക്കെ, ഗസ്റ്റ് വർക്കേഴ്സ് ആർ കമ്മിങ് ടു കേരള ഫ്രം അതർ സ്റ്റേറ്റ്സ്. അപ്പോൾ അതിഥി തൊഴിലാളികൾ കേരളത്തിലേക്ക് വരുന്നത് എവിടെ നിന്നാണ്, മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നാണല്ലേ. മോസ്റ്റ് ഓഫ് ദം കം ആസ് ഫാമിലി ഫ്രം ദ സ്റ്റേറ്റ്സ് ഓഫ് ആസാം, ബീഹാർ, വെസ്റ്റ് ബംഗാൾ ആൻഡ് ജാർഖണ്ഡ്. അപ്പം മിക്ക ഫാമിലീസും എവിടെ നിന്നൊക്കെയാണ് വരുന്നത്, ആസാം, ബീഹാർ, വെസ്റ്റ് ബംഗാൾ ആൻഡ് ജാർഖണ്ഡ് പോലെയുള്ള സംസ്ഥാനങ്ങളിൽ നിന്നാണ് വരുന്നത്. ദയർ ചിൽഡ്രൻ ആർ ബീങ് എഡ്യൂക്കേറ്റഡ് ഇൻ പബ്ലിക് സ്കൂൾസ് ഇൻ കേരള. അപ്പോൾ അവരുടെ മക്കളൊക്കെ എവിടെയാണ്, കേരളത്തിലുള്ള പബ്ലിക് സ്കൂളുകളിലാണ് പഠിക്കുന്നത്. ഓക്കെ, ദസ് ചമേലി ഈസ് ഓൾസോ സ്റ്റഡിങ് ഇൻ കേരള. ചമേലിയും അതുപോലെ തന്നെ കേരളത്തിൽ തന്നെയാണ് പഠിക്കുന്നത്. ചമേലി കോൾസ് ഹെർ മദർ ആൻഡ് ഫാദർ മാ ആൻഡ് പാപ്പ റെസ്പെക്റ്റീവ്ലി. ചമേലി അച്ഛനും അമ്മേനെ എന്താണ് വിളിക്കുന്നത്, മാ പാപ്പ എന്നാണ് വിളിക്കുന്നത് കേട്ടോ. ഓക്കെ, ഹാവ് യു ഇൻട്രൊഡ്യൂസ്ഡ് യുവർ സെൽഫ്? Try to create an extended personal profile by adding your hobbies,
leisure time activities, wishes, and dreams along with the information you have already mentioned. Your teacher will also help. ഓക്കെ, ഇതിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നേരത്തെ നിങ്ങൾ ഒരു ഇൻട്രൊഡക്ഷൻ ഉണ്ടാക്കിയില്ലേ നിങ്ങളെക്കുറിച്ചിട്ട്. ഇനി അതിൽ തന്നെ നിങ്ങളുടെ ഹോബീസ് എന്തൊക്കെയാണ്, നിങ്ങൾക്ക് ഒഴിവ് സമയങ്ങളിൽ എന്തൊക്കെ ചെയ്യാനാണ് ആഗ്രഹം, അത് ഇഷ്ടം, അതാണ് ലീഷ്യർ ടൈം ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത്. പിന്നെ നിങ്ങളുടെ വിഷസ്, നിങ്ങളുടെ ഡ്രീംസ്, നിങ്ങളുടെ സ്വപ്നങ്ങൾ, നിങ്ങളുടെ ആഗ്രഹങ്ങൾ ഒക്കെ നിങ്ങൾ എഴുതാനാണ് പറയുന്നത് കേട്ടോ. നിങ്ങളുടെ ടീച്ചർ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പോൾ നമുക്കിനി അടുത്ത ഭാഗം നോക്കാം കേട്ടോ. അടുത്ത ഭാഗം എന്ന് പറയുന്നത് ലെറ്റ്സ് ഗെറ്റ് റെഡി ഫോർ അവർ ട്രിപ്പ്. നമുക്ക് ട്രിപ്പിന് റെഡി ആവാമെന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ നീനു എന്തോ പറയാണ്, ടുഡേ വി ആർ ഗോയിങ് ടു അണ്ടർടേക്ക് എ ട്രിപ്പ് വിച്ച് വി ഹാവ് ബീൻ ലോങ്ങിങ് ഫോർ എ ലോങ് ടൈം. അപ്പം നീനു എന്താ പറയുന്നത്, നമ്മൾ ഇന്ന് എന്താണ് ചെയ്യാൻ പോകുന്നത്, നമ്മൾ കുറേ നാളായിട്ട് ആഗ്രഹിച്ചിരുന്ന ഒരു ട്രിപ്പ് പോകാനായിട്ട് പോവാണ്. അറ്റ് ലാസ്റ്റ് വി ആർ ലീവിങ് ടുഡേ. അപ്പം നമ്മൾ ഇന്നാണ് കേട്ടോ ട്രിപ്പിന് പോകുന്നത്. ഐ ട്രൈഡ് റിയലി ഹാർഡ് ടു ഗെറ്റ് പെർമിഷൻ ഫ്രം ഹോം. ഞാനാണെങ്കിൽ കുറേ പരിശ്രമിച്ചിട്ടാണ് എനിക്ക് ട്രിപ്പിന് പോകാനായിട്ടുള്ള പെർമിഷൻ കിട്ടിയത്. യു നോ ദാറ്റ് ഐ ഡോണ്ട് ഗോ എവ്രിവെയർ. നിങ്ങൾക്കറിയാമല്ലോ ഞാനങ്ങനെ എങ്ങോട്ടും പോവാറില്ല. ഓക്കെ, നെക്സ്റ്റ് നമ്മുടെ വിക്കി പറയാണ്, പപ്പ ആൻഡ് മമ്മി റിലക്റ്റൻ്റ്ലി ലെറ്റ് മീ ഗോ. അപ്പോൾ അവൻ്റെ അച്ഛനും അമ്മയും അവനെ ഒരു മടിയോട് കൂടിയാണ് വിടാമെന്ന് പറഞ്ഞത്. ദേ ഡോണ്ട് അലോ മീ ടു ഗോ ടു പ്ലേസ് ഫാർ അവേ അലോൺ. അപ്പോൾ വിക്കിയുടെ അച്ഛനമ്മ എന്താണ്, അവൻ ഒറ്റയ്ക്ക് അധികം ദൂരത്തേക്കൊന്നും വിടത്തില്ല. ഐ ഹാഡ് ടു സ്ട്രഗിൾ ഹാർഡ് ടു ഗെറ്റ് കൺസെൻറ്റ്. ഞാനാണെങ്കിൽ ഒത്തിരി സ്ട്രഗിൾ ചെയ്തിട്ടാണ് എനിക്ക് അവരുടെ നിന്നൊരു സമ്മതം കിട്ടിയത്. യു ആർ ദ ഓൺലി ഫ്രണ്ട്സ് ഐ ഹാവ് ഹിയർ. അപ്പോൾ വിക്കി പറയാണ്, നിങ്ങളൊക്കെയാണ് എനിക്ക് ആകെ കൂടിയുള്ള ഇവിടെയുള്ള ഫ്രണ്ട്സ് എന്ന്. മമ്മി ഹാവ് സ്ട്രിക്ട്ലി ആസ്ക്ഡ് മീ നോട്ട് ടു ഈറ്റ് എനിത്തിങ് ഫ്രം ദർ. എൻ്റെ മമ്മി എന്താ പറഞ്ഞേക്കണേ, വിക്കിയുടെ മമ്മി എന്താ പറഞ്ഞേക്കണേ, പുറത്തുനിന്നൊന്നും ആഹാരങ്ങളൊന്നും കഴിക്കരുതെന്നാണ് പറഞ്ഞേക്കണേ. ഓക്കെ, നമ്മുടെ ചമേലി എന്തോ പറയുന്നുണ്ട്, മൈ ഈസ് ഓൾവേസ് സ്കെയർഡ് വെറെവർ ഐ ഗോ. അപ്പോൾ ചമേലി എന്താ പറയുന്നത്, ചമേലിയുടെ അമ്മയ്ക്ക് ഇവിടെ എങ്ങോട്ടെങ്കിലും പോവുകയാണെങ്കിൽ നല്ല പേടിയാണ്. മോസ്റ്റ് ഓഫ് ദ പീപ്പിൾ ഹിയർ കീപ്പ് എ ഡിസ്റ്റൻസ് വൈൽ ഡീലിംഗ് വിത്ത് അസ്. അപ്പം ഇവിടെയുള്ള മോസ്റ്റ് ഓഫ് ദ ആൾക്കാരും എന്താണ്, നമ്മളുടെ അടുത്ത് ഡീൽ ചെയ്യുമ്പം ഒരു ഡിസ്റ്റൻസ്, ഒരു ദൂരം ഇട്ടിട്ടാണ് അവരോട് ഡീൽ ചെയ്യാറ്. ഐ ഹാവ് ടോൾഡ് പീലി അബൌട്ട് ദിസ്. ഞാനിത് പീലിയുടെ അടുത്ത് പറഞ്ഞിരുന്നു. ഷീ ഹാസ് അഷ്വർഡ് ദാറ്റ് നോ വൺ ഇൻ ഹെർ വില്ലേജ് വിൽ കീപ് ഡിസ്റ്റൻസ്. അപ്പോൾ പീലി എന്താ പറഞ്ഞത്, അവരുടെ വില്ലേജിലുള്ള ആരും ചമേലിയോട് ഒരു ഡിസ്റ്റൻസ് ഇടില്ല എന്നാണ് പറയുന്നത്. കാരണം ഇത് ഒരു പുറത്തു നിന്നുള്ള സംസ്ഥാനത്തു നിന്നുള്ള കുട്ടിയാണല്ലോ, അതുകൊണ്ടായിരിക്കും ഡിസ്റ്റൻസ് ചിലപ്പോൾ ഇടുന്നുണ്ടാവുക. അപ്പോൾ അങ്ങനെ ആ ഒരു ഡിസ്റ്റൻസ് വില്ലേജേഴ്സ് ആരും കാണിക്കില്ല എന്ന് പറഞ്ഞു. ദാറ്റ്സ് വൈ ഐ എം കമ്മിങ്. അതുകൊണ്ടാണ് ഞാൻ വരുന്നത് എന്ന് ചമേലി പറയുന്നു. നെക്സ്റ്റ് നമ്മളുടെ അപ്പു പറയാണ്, അമ്മ ഡിഡിൻറ്റ് ഒബ്ജക്റ്റ് ടു. അമ്മ അങ്ങനെ തടസ്സമൊന്നും പറഞ്ഞില്ല. ഐ ആം വെറീഡ് ദാറ്റ് ഷീ വിൽ ബി അലോൺ അറ്റ് ഹോം വെൻ ഐ ഗോ. അപ്പോൾ എനിക്കെന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പോവുകയാണെങ്കിൽ അമ്മ ഒറ്റയ്ക്കാവും. എനിവേ ഇറ്റ്സ് ജസ്റ്റ് ഫോർ എ ഡേ. എന്തായാലും ഇതൊരു ദിവസത്തേക്കല്ലേ, ഇറ്റ് വിൽ ബി ഓൾ റൈറ്റ്, അത് ശരിയായിക്കോളും എന്ന് പറയാണ്. ആറിൻറ്റ് യു ഓൾസോ റെഡി ടു ട്രാവൽ വിത്ത് ദം. അപ്പം നിങ്ങളും അവരുടെ കൂടെ ട്രാവൽ ചെയ്യാൻ റെഡിയാണോ? ഡോണ്ട് യു ടു ഹാവ് സം കൺസേൺസ്? ഡ്രോ യുവർ സെൽഫ് ബിലോ ആൻഡ് റൈറ്റ് യുവർ തോട്ട്സ് ഹിയർ. അപ്പോൾ നിങ്ങൾ അവരുടെ കൂടെ ട്രാവൽ ചെയ്യാൻ റെഡിയല്ലേ, നിങ്ങൾക്കും ഇതുപോലെ കുറച്ച് കൺസേൺസ് ഉണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളിവിടെ നിങ്ങളുടെ ഒരു ഇമേജ് വരച്ചിട്ട് നിങ്ങളുടെ തോട്ട്സ് നിങ്ങളിവിടെ ഷെയർ ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഒന്ന് നോക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഇമേജ് അവിടെ വരച്ച് വെക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട തോട്ട്സ് എഴുതാം. ഞാനിതൊരു എക്സാമ്പിൾ തരുന്നു എന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ മൈ നെയിം ഈസ് ഡാഷ്. നിങ്ങൾക്ക് ഏതാണോ പേര് അത് നിങ്ങൾ എഴുതുക. ഐ ആം എക്സൈറ്റഡ് ടു ട്രാവൽ വിത്ത് മൈ ഫ്രണ്ട്സ് ടു പീലീസ് വില്ലേജ്. ഞാൻ ഒത്തിരി എക്സൈറ്റഡ് ആണ് പീലിയുടെ വില്ലേജിലേക്ക് പോകാൻ എൻ്റെ കൂട്ടുകാരോടൊപ്പം. ഐ ആം ലുക്കിംഗ് ഫോർവേഡ് ടു സീയിങ് ന്യൂ പ്ലേസസ് ആൻഡ് മീറ്റിംഗ് ന്യൂ പീപ്പിൾ. ഞാൻ ഒരുപാട് പുതിയ പ്ലേസുകളും അതുപോലെ കുറേ ആൾക്കാരും കാണാനായിട്ട് എക്സൈറ്റഡ് ആണ്. മൈ ഓൺലി കൺസേൺ ഈസ് ബീങ് എവേ ഫ്രം ഹോം ഫോർ എ ഡേ. അപ്പം എൻ്റെ ഒരു കൺസേൺ എന്താണ്, ഒരു ദിവസത്തേക്ക് എൻ്റെ വീട്ടിൽ നിന്ന് മാറി നിൽക്കണമല്ലോ, അതാണ് എൻ്റെ കൺസേൺ. ഐ വിൽ ബി കെയർഫുൾ ഡ്യൂറിങ് ദ ജേർണി ആൻഡ് ഫോളോ മൈ മദേഴ്സ് ഇൻസ്ട്രക്ഷൻസ്. അപ്പോൾ യാത്രയിൽ ഞാൻ കൂടുതൽ കെയർഫുള്ളായിരിക്കും, സൂക്ഷിച്ച് തന്നെയായിരിക്കും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ആൻഡ് എൻ്റെ അമ്മ തന്നിട്ടുള്ള ഇൻസ്ട്രക്ഷൻസൊക്കെ ഞാൻ പാലിക്കുന്നതായിരിക്കും. ഐ ഹോപ്പ് ടു എൻജോയ് ദ ട്രിപ്പ് ആൻഡ് ലേൺ മെനി ന്യൂ തിങ്സ്.
ഞാൻ ഈ ട്രിപ്പ് എൻജോയ് ചെയ്യുന്നതാണ് വിശ്വസിക്കുന്നത്. പിന്നെ അതുകൂടാതെ കുറേ കാര്യങ്ങൾ ഞാൻ പഠിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നതെന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തതാണ്, ഹൗ ഡിഡ് ദീസ് ഫ്രണ്ട്സ് ബിക്കെയിം സോ ക്ലോസ് ഈവൻ വെൻ ദേ ഹെയിൽ ഫ്രം ഡിഫറെൻറ്റ് ബാക്ക്ഗ്രൗണ്ട്സ്. അപ്പോൾ ഇങ്ങനെയായിരിക്കും ഈ കുട്ടികൾ ഇത്രയും ക്ലോസ് ആയത്, പല പല ഡിഫറെൻറ്റ് ബാക്ക്ഗ്രൗണ്ട്സിൽ നിന്ന് വരുന്ന ഇവരെങ്ങനെയായിരിക്കും ഇത്ര ക്ലോസ് ആയിട്ടുണ്ടായിരിക്കുക? അത് നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്തിട്ട് അത് ക്ലാസ്സിൽ ഒരു അവതരിപ്പിക്കാനാണ് പറയുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് പേജ് നോക്കാം. അപ്പോൾ ദേ ഇവിടെ നമുക്ക് ചമേലീനെ കാണാം, വിക്കീനെ കാണാം, നീനുവിനെ കാണാം, അപ്പുവിനെ കാണാം അല്ലേ? ഓക്കെ, ഡോണ്ട് വി മേക്ക് സം പ്രിപ്പറേഷൻസ് ബിഫോർ എവറി ട്രിപ്പ്. അപ്പോൾ നമ്മൾ എല്ലാ ട്രിപ്പിനും മുമ്പ് കുറച്ച് പ്രിപ്പറേഷൻസ് ഒക്കെ ചെയ്യില്ലേ, കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യില്ലേ? വി ഓൾസോ ഗെറ്റ് മെൻ്റലി പ്രിപ്പയർഡ് ബേസ്ഡ് ഓൺ അവർ ഡെസ്റ്റിനേഷൻ, പേർപ്പസ് ആൻഡ് മോഡ് ഓഫ് ട്രാൻസ്പോർട്ട്. അപ്പോൾ നമ്മൾ യാത്ര പോകുന്നതിന് മുമ്പ് നമ്മൾ മാനസികമായിട്ട് തയ്യാറെടുക്കും അല്ലേ? നമ്മളുടെ ഡെസ്റ്റിനേഷൻ ഇതൊക്കെ അനുസരിച്ചിട്ട് നമ്മൾ തയ്യാറെടുക്കും. ഡോണ്ട് അവർ തോട്ട്സ് ഓൾസോ കം അലോങ് വിത്ത് ദ തിങ്സ് ഇൻ ദ ബാഗ് വിച്ച് വി സെറ്റ് ഫോർ ദ ട്രിപ്പ്. നമുക്ക് എന്തൊക്കെ സാധനങ്ങൾ കൊണ്ടുപോകണ്ടേ എന്നുള്ള കാര്യത്തിൽ നമുക്കൊരു തോട്ട്സ് വരില്ലേ? ലെറ്റ് സി വാട്ട് ദേ ക്യാരി ഇൻ ദർ ബാഗ്സ്. നമുക്ക് നോക്കാം ഇവരൊക്കെ എന്തൊക്കെയാണ് ബാഗിൽ കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പം ചമേലി എന്തൊക്കെയാണ്, ചമേലിയുടെ തോട്ട്സാണ്, വിൽ അതേഴ്സ് സെറ്റ് മീ അസൈഡ്. അപ്പോൾ എന്നെ എല്ലാവരും മാറ്റി നിർത്തുമോ എന്നാണൊക്കെ ചോദിച്ചേക്കണേ. ചമേലി അപ്പോൾ ഒരു ബാഗൊക്കെ എടുത്തിട്ടുണ്ട്, ഡ്രസ്സ് എടുത്തിട്ടുണ്ട്, ടൂത്ത് പേസ്റ്റ് എടുത്തിട്ടുണ്ട്, ബ്രഷ് എടുത്തിട്ടുണ്ട്, സോപ്പ് എടുത്തിട്ടുണ്ട്, പിന്നെ എന്താ ബുക്ക് പോലെ ഒരു സാധനം എടുത്തിട്ടുണ്ട് അല്ലേ? ബുക്കാണ്, ഓക്കെ ബുക്കാണ് കേട്ടോ. നെക്സ്റ്റ് നമ്മളുടെ അപ്പുവിൻ്റെ തോട്ടാണ്, വിൽ അമ്മ ബി അലോൺ. വീട്ടിൽ അമ്മ ഒറ്റയ്ക്കാവില്ലേ? അപ്പു എന്തൊക്കെ എടുത്തിട്ടുണ്ട്? ഒരു ബാഗ് എടുത്തിട്ടുണ്ട്, ഒരു ഡ്രസ്സ് എടുത്തിട്ടുണ്ട്, ഒരു പമ്പര എടുത്തിട്ടുണ്ട് അല്ലേ? നെക്സ്റ്റ് നമ്മളുടെ നീനു ആണ്. നീനു വിചാരിക്കുന്നത് എന്താണ്? കെൻ ഐ വിസിറ്റ് ഓൾ ദ സൈറ്റ്സ് ദർ? അപ്പം എനിക്ക് അവിടുത്തെ എല്ലാ സ്ഥലങ്ങളും വിസിറ്റ് ചെയ്യാനായിട്ട് പറ്റുമോ? അങ്ങനെ അവളും കുറേ സാധനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്, ബാഗ് എടുത്തിട്ടുണ്ട്, ഡ്രസ്സ് എടുത്തിട്ടുണ്ട്, ഡ്രോയിങ് ബുക്ക്, സോപ്പ്, ബ്രഷ്, കളർ പെൻസിൽസ് ഒക്കെ എടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് നമ്മുടെ വിക്കിയാണ്. വിക്കിയുടെ തോട്ട്സ് എന്താണ്? വിൽ ദർ ബി ഫെസിലിറ്റീസ് ഓഫ് ദ സിറ്റി? ഇപ്പം നമ്മുടെ സിറ്റിയിലുള്ള പോലത്തെ ഫെസിലിറ്റിയൊക്കെ ആ ഒരു വില്ലേജിലുണ്ടാവുമോ? അങ്ങനെ അതാണ് അവൻ ചിന്തിക്കുന്നത്. പിന്നെ അവൻ എന്തൊക്കെ എടുത്തിട്ടുണ്ട്? ബാഗ്, ഡ്രസ്സ്, ഫോൺ എടുത്തിട്ടുണ്ട്, ഷവർ കിറ്റ് എടുത്തിട്ടുണ്ട്, ബുക്ക് എടുത്തിട്ടുണ്ട്, പെയിൻറ്റ്, ഡെൻ്റൽ കിറ്റ്, ഇതൊക്കെ എടുത്തിട്ടുണ്ട് അല്ലേ? വാട്ട് വിൽ യു ടേക്ക് അലോങ് വിത്ത് യു ഫോർ ദ ട്രിപ്പ്? അപ്പോൾ നിങ്ങൾ ട്രിപ്പിന് പോകുമ്പോൾ നിങ്ങൾ എന്തൊക്കെ സാധനങ്ങളാണ് എടുക്കുക? വാട്ട് ആർ ദ തിങ്സ് ദാറ്റ് യു വിൽ തിങ്ക് അബൌട്ട്? നിങ്ങൾ എന്തൊക്കെ കാര്യത്തിനെ കുറിച്ച് ആലോചിക്കും? ഡ്രോ യുവർ ബാഗ് ആൻഡ് ബിലോങ്ങിങ്സ് ആൻഡ് റൈറ്റ് യുവർ തോട്ട്സ് ബിലോ ആൻഡ് പ്രസൻറ്റ് ദ സെയിം. നിങ്ങൾക്ക് എന്താണ് ചെയ്യാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളൊരു ട്രിപ്പ് പോകുമ്പോൾ നിങ്ങൾ എന്തൊക്കെ സാധനങ്ങൾ എടുക്കും, അപ്പോൾ നിങ്ങളുടെ തോട്ട്സ്, നിങ്ങളുടെ ചിന്തകൾ എന്തൊക്കെയായിരിക്കുമെന്ന് നിങ്ങളിതിൽ എഴുതാം കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ടു പീലീസ് വില്ലേജ് ആണ് കേട്ടോ. ഓക്കെ, അപ്പം നീനു പറയുന്നുണ്ട്, ഷാൾ വി സിങ് എ ട്രാവൽ സോങ് ടുഗെദർ? നമുക്ക് ഒരുമിച്ചൊരു ട്രാവൽ സോങ് പാടിയാലോ? അപ്പോൾ വിക്കി പറയുന്നുണ്ട്, വി ആർ ഓൺ അവർ വേ ടു സീ ദ വേൾഡ് ആൻഡ് ട്രാവൽ നിയർ ആൻഡ് ഫാർ. അപ്പം നമ്മൾ ലോകം കാണാനായിട്ട് പോവാണ്, നമ്മൾ ട്രാവൽ ചെയ്യാനായിട്ട് പോവാണെന്നൊക്കെ വിക്കി പറയുന്നുണ്ട് കേട്ടോ. ഡു യു നോ ട്രാവൽ സോങ്സ്? നിങ്ങൾക്ക് ട്രാവൽ സോങ്സ് ഒക്കെ അറിയോ? ആൻഡ് കളക്ട് ആൻഡ് പ്രസൻറ്റ് ദം ആസ് ഗ്രൂപ്പ്സ് ഇൻ ക്ലാസ്, റൈറ്റ് ഡൗൺ യുവർ ഫേവറേറ്റ് ട്രാവൽ സോങ് ബിലോ. അപ്പോൾ നിങ്ങൾ അത് ട്രാവൽ സോങ്സ് ഒക്കെ കളക്ട് ചെയ്തിട്ട് ഗ്രൂപ്പായിട്ട് ക്ലാസ്സിൽ അവതരിപ്പിക്കാനാണ് പറയുന്നത്. ആൻഡ് നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ട്രാവൽ സോങ് ഇവിടെ എഴുതാനും പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഈ ബോക്സിൽ. അപ്പോൾ നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ട്രാവൽ സോങ് ഇതിൽ എഴുതാം കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് പീലീസ് വില്ലേജ് ആണ് കേട്ടോ. അപ്പം നമ്മളുടെ അപ്പു പറയാണ്, ദാറ്റ് ഈസ് പീലീസ് വില്ലേജ്, അതാണ് പീലിയുടെ വില്ലേജ്. ഓക്കെ, എന്നിട്ട് അപ്പു പറയുന്നുണ്ട്, ദർ ഇസ് പീലി, ദേ അവിടെ നിൽക്കണു നമ്മുടെ പീലി. അപ്പോൾ പീലി പറയാണ്, ഐ ഹാവ് ബീൻ വെയിറ്റിംഗ് ഹിയർ ഫോർ എ ലോങ് ടൈം, വൈ ആർ യു സോ ലേറ്റ്? അപ്പോൾ പീലി എന്താ പറയുന്നത്? ഞാനിവിടെ കുറേ നേരമായിട്ട് നിങ്ങളെ വെയിറ്റ് ചെയ്ത് കാത്ത് നിൽക്കുകയാണ്, നിങ്ങൾ എന്താ ഇത്ര ലേറ്റായത് ചോദിക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ റെസ്പോൺസ് എഴുതാനാണ് പറയുന്നത്. എന്താണ് ലേറ്റായതിന് കാരണം എന്ന് പീലിക്ക് ഉള്ളൊരു മറുപടി പോലെ എഴുതാനാണ് പറഞ്ഞേക്കുന്നത് കേട്ടോ. ഓക്കെ, നമുക്ക് പീലിക്ക് കൊടുക്കാനായിട്ടുള്ളൊരു റെസ്പോൺസ് നോക്കാം. സോറി പീലി, വി ഗോട്ട് ലേറ്റ് ഓൺ ദ വേ. നമ്മൾ വരുന്ന വഴിക്ക് കുറച്ച് ലേറ്റായിപ്പോയി. ബട്ട് വി ആർ വെരി ഹാപ്പി ടു ബി ഹിയർ നൗ.
ഞങ്ങൾ വളരെ സന്തോഷത്തിലാണ് ഇവിടെ എത്തിയപ്പോൾ. താങ്ക് യു ഫോർ ഇൻവൈറ്റിംഗ് അസ് ടു യുവർ വില്ലേജ്. എൻ്റെ വില്ലേജിലേക്ക് ഞങ്ങളെ ക്ഷണിച്ചതിന് ഒത്തിരി നന്ദി. വി ആർ എക്സൈറ്റഡ് ടു സീ യുവർ ഹോം, യു മീറ്റ് യുവർ ഫാമിലി ആൻഡ് ലേൺ അബൌട്ട് വില്ലേജ് ലൈഫ്. നമ്മൾ നിൻ്റെ വീട് കാണാനും നിൻ്റെ ഫാമിലിയെ കാണാനും അതുപോലെ വില്ലേജ് ലൈഫിനെ കുറിച്ച് കൂടുതൽ അറിയാനും വളരെ എക്സൈറ്റഡ് ആണെന്ന് പറയാം കേട്ടോ. അപ്പോൾ നമ്മുടെ പീലി പറയാണ്, കം ലെറ്റ്സ് ഗോ ഹോം, വായോ നമുക്ക് വീട്ടിലേക്ക് പോകാമെന്ന് പറയാണ്. അപ്പോൾ സൈഡിലായിട്ട് നമുക്കൊരു എഴുതാനായിട്ടുള്ളൊരു ആക്ടിവിറ്റി ഉണ്ട്. വാട്ട് ആർ യുവർ എക്സ്പെക്റ്റേഷൻസ് അബൌട്ട് പീലീസ് വില്ലേജ്? പീലിയുടെ വില്ലേജിനെ കുറിച്ച് നിങ്ങളുടെ എക്സ്പെക്റ്റേഷൻസ് എന്താണ്? ഇമാജിൻ പീലീസ് വില്ലേജ് ആൻഡ് ഡ്രോ ഇറ്റ് ഇൻ യുവർ നോട്ട്ബുക്ക്. യു ക്യാൻ ഓൾസോ റീച്ച് ഔട്ട് ടു യുവർ ടീച്ചർ ഫോർ ഹെൽപ്പ്. പിന്നെ നിങ്ങളോട് പറയുന്നത് എന്താണ്? പീലിയുടെ വില്ലേജ് ഒന്ന് ഇമാജിൻ ചെയ്തിട്ട് നിങ്ങളത് നോട്ട്ബുക്കിലേക്ക് വരയ്ക്കാനാണ് പറഞ്ഞേക്കണേ കേട്ടോ. അപ്പം നമുക്ക് പീലിയുടെ വില്ലേജിനെ കുറിച്ചുള്ള എക്സ്പെക്റ്റേഷൻസ് നമുക്ക് നോക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് പീലിയുടെ വില്ലേജിനെ കുറിച്ചിട്ടുള്ള എക്സ്പെക്റ്റേഷൻസ് നോക്കാം കേട്ടോ. ഐ എക്സ്പെക്ട് പീലീസ് വില്ലേജ് ടു ബി ക്ലീൻ, ഗ്രീൻ ആൻഡ് ബ്യൂട്ടിഫുൾ. ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്ന പീലിയുടെ വില്ലേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലീൻ ആയിട്ടുള്ള നല്ല പച്ചപ്പൊക്കെയുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വില്ലേജാണ് കേട്ടോ. ഐ തിങ്ക് ദർ വിൽ ബി മെനി ട്രീസ്, ഫീൽഡ്സ്, ബേർഡ്സ് ആൻഡ് ആനിമൽസ്. അവിടെ ഒത്തിരി മരങ്ങളുണ്ടായിരിക്കും, പാടങ്ങൾ, കിളികൾ, ആനിമൽസ് ഒക്കെ ഉണ്ടായിരിക്കും. ഐ ആം എക്സൈറ്റഡ് ടു മീറ്റ് ദ വില്ലേജേഴ്സ്. ഞാൻ വില്ലേജേഴ്സിനൊക്കെ മീറ്റ് ചെയ്യാൻ ഭയങ്കരമായിട്ട് എക്സൈറ്റഡ് ആണ്. അതുപോലെ അവരുടെ ലൈഫ് എങ്ങനെയാണ് അവർ ജീവിക്കുന്നത്, അതുപോലെ അവരുടെ എൻജോയ് ദ നാച്ചുറൽ സറൗണ്ടിങ്സ്, അവിടുത്തെ നാച്ചുറൽ സറൗണ്ടിങ്സ് ഒക്കെ എൻജോയ് ചെയ്യുക കേട്ടോ. ഐ ഓൾസോ ഹോപ്പ് ടു മേക്ക് ന്യൂ ഫ്രണ്ട്സ് ആൻഡ് ഹാവ് എ വണ്ടർഫുൾ ടൈം ദർ. ഞാൻ പുതിയ ഫ്രണ്ട്സിനൊക്കെ എനിക്ക് കിട്ടുമെന്ന് എനിക്കൊരു ഹോപ്പുണ്ട്. അതുപോലെ അവിടെ ഒരു വണ്ടർഫുൾ ടൈം തന്നെയായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നുണ്ടെന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, അങ്ങനെ പീലിയുടെ ഫ്രണ്ട്സിന് അമ്മയെ കാണിച്ചു കൊടുക്കുകയാണ്, ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. അപ്പോൾ പറയാണ്, ദിസ് ഈസ് മൈ അമ്മ, ഇതാണ് എൻ്റെ അമ്മ. നെക്സ്റ്റ് അമ്മ പറയാണ്, കം ഓൺ എവറിബഡി, യു ഓൾ മസ്റ്റ് ബി ടയേർഡ് ബൈ വാക്കിംഗ് സോ ലോങ്, ലെറ്റ്സ് ഹാവ് എ മീൽ ഫസ്റ്റ്. അപ്പോൾ എല്ലാവരും വായോ, എല്ലാവരും നടന്നിട്ട് ക്ഷീണിച്ചിട്ടുണ്ടായിരിക്കും അല്ലേ, നമുക്ക് ആദ്യം മീൽ കഴിക്കാം കേട്ടോ, ഭക്ഷണം കഴിക്കാം കേട്ടോ എന്ന് പറയാണ്. അപ്പോൾ അടുത്തതായിട്ട് വിക്കി പറയാണ്, ഐ ഹാവ് ബ്രോട്ട് മൈ ഓൺ ഫുഡ് ഫ്രം ഹോം, ഐ വിൽ ഈറ്റ് ദാറ്റ്. അപ്പോൾ വിക്കി എന്താ പറയുന്നത്, ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് എനിക്കുള്ള ഫുഡ് കൊണ്ടുവന്നിട്ടുണ്ട്, ഞാനത് കഴിച്ചോളാം എന്ന് പറയാണ്. അപ്പോൾ പീലി വിക്കിന് പറയാണ്, ഓ ഹൗ ഹോട്ടി ഹീസ്, അവൻ എന്തൊരു ധിക്കാരിയാണ്. അപ്പം നെക്സ്റ്റ് പീലിയുടെ അമ്മ വിക്കിനോട് പറയാണ്, ഡിയർ ഈസിൻ ദാറ്റ് വാട്ട് യു ഈറ്റ് ഡെയിലി, നീ അത് തന്നെയല്ലേ മോനെ നീ എല്ലാ ദിവസവും കഴിക്കുന്നത്, ട്രൈ ഈറ്റിംഗ് ദിസ്, ഇതൊന്ന് കഴിച്ചു നോക്കൂ. ദ റൈസ് വി ഈറ്റ് ഈസ് ഫ്രം പാഡി ഗ്രോൺ ഇൻ അവർ ഓൺ ഫീൽഡ്സ്. ഈ റൈസ് എന്ന് വെച്ച് കഴിഞ്ഞാണ്ടല്ലോ നമ്മളുടെ വയലിൽ തന്നെ എന്തായിട്ടുള്ളതാണ്. ഓക്കെ, വി മിൽ ഇറ്റ് അവർ സെൽഫ്, ഞങ്ങൾ സ്വയമാണ് ഇത് എന്ത് ചെയ്തത്, ഇത് മില്ല് ചെയ്തത്. ഓക്കെ, ദെൻ ദർ ഈസ് ടാപ്പിയോക്ക. അപ്പം പിന്നെ ഇവിടെ എന്തുണ്ട്, ഇവിടെ കൊള്ളിയുണ്ട്. ഓക്കെ, ദർ ഈസ് ഓൾസോ ഫിഷ് കോട്ട് ബൈ പീലീസ് ഫാദർ ഫ്രം ദ റിവർ. പിന്നെ എന്തുണ്ട്, പിന്നെ പീലിയുടെ ഫാദർ നമ്മുടെ റിവറിൽ നിന്ന് പിടിച്ച മീനുണ്ട്. ഫിഷ് കറി ഈസ് മെയ്ഡ് ബൈ ഫാദർ ഹിംസെൽഫ്. പീലിയുടെ അച്ഛൻ തന്നെയാണ് ഫിഷ് കറി വെച്ചതെന്ന് അമ്മ പറയാണ്. നെക്സ്റ്റ് വിക്കി പറയാണ്, ദിസ് ഈസ് ദ ഫസ്റ്റ് ടൈം ഐ എം ഹാവിങ് സച്ച് ഡെലീഷ്യസ് ഫുഡ്. പിന്നെ ആദ്യമായിട്ടാണ് ഇത്രയും സ്വാദുള്ള ഫുഡ് കഴിക്കുന്നത് പറയാണ്. വി ഡോണ്ട് ബൈ എനിത്തിങ് ലൈക്ക് ദിസ് അറ്റ് ഹോം. ഞങ്ങൾ ഇതുപോലത്തെ സാധനങ്ങളൊന്നും വീട്ടിൽ വാങ്ങിക്കാറില്ല. അപ്പോൾ പറയാണ്, പീലി ദിസ് ഫുഡ് ഈസ് റിയലി ഗുഡ്, ഹൗ ഡെലീഷ്യസ് ഇറ്റ് ഈസ്, യു ഷുഡ് ഷെയർ ദ റെസിപ്പി. ഓക്കെ, അപ്പോൾ പീലിയോട് അപ്പോൾ പറയാണ്, ഈ ഫുഡ് നല്ല രസമുണ്ട്, അപ്പം എന്തായാലും ഇതിൻ്റെ ഒരു റെസിപ്പി, ഇതിൻ്റെ കൂട്ട് പറഞ്ഞു തരണമെന്ന് അപ്പു പറയാണ്. ഓക്കെ, നെക്സ്റ്റ് പേജിൽ നമ്മുടെ പീലി പറയുന്നുണ്ട്, വി ക്യാൻ ആസ്ക് ഫാദർ ഹിംസെൽഫ്, നമുക്ക് അച്ഛനോട് തന്നെ ചോദിക്കാം. ഓക്കെ, അപ്പം എന്നിട്ട് അമ്മ പറയാണ്, ഫാദർ വിൽ ബി ഇൻ ദ ഫീൽഡ്, ഗോ ദർ, യു ഓൾ ക്യാൻ സീ അവർ വില്ലേജസ് ടു. ഫാദർ ഫീൽഡിൽ തന്നെ ഉണ്ടായിരിക്കും, നിങ്ങൾ അങ്ങോട്ട് പൊക്കോളൂ, നിങ്ങൾക്ക് അവിടെ വില്ലേജൊക്കെ കാണാനായിട്ട് പറ്റും എന്ന് പറയാണ്. അപ്പോൾ നെക്സ്റ്റ്, ഷാൽ വി ഇൻ്റർവ്യൂ പീലീസ് ഫാദർ, പ്രിപ്പയർ എ ക്വസ്റ്റ്യൻ ഐ ഫോർ ദാറ്റ്, ടീച്ചർ വിൽ ഓൾസോ ഹെൽപ്പ്. അപ്പം നമുക്ക് നെക്സ്റ്റ് എന്താണ്, പീലിയുടെ അച്ഛനെ ഒന്ന് ഇൻ്റർവ്യൂ ചെയ്താലോ, കുറച്ച് ക്വസ്റ്റ്യൻസ് പീലിയുടെ ഫാദറിനോട് ചോദിക്കാനായിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കാം. നിങ്ങളുടെ ടീച്ചറും നിങ്ങളെ ഹെൽപ്പ് ചെയ്യുമെന്ന് പറയുന്നുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് പീലിയുടെ അച്ഛനെ ഇൻ്റർവ്യൂ ചെയ്യാനായിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം കേട്ടോ.
അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ആർ ദ മെയിൻ ഒക്യുപ്പേഷൻസ് ഓഫ് ദ പീപ്പിൾ ഇൻ ദിസ് വില്ലേജ്? അപ്പോൾ ഈ ഒരു വില്ലേജിലെ ആളുകളുടെ മെയിൻ ആയിട്ടുള്ള ജോലികൾ എന്തൊക്കെയാണ്? അതുപോലെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ക്രോപ്സ് ആർ ഗ്രോൺ ഇൻ യുവർ വില്ലേജ്? എന്തൊക്കെ ക്രോപ്സുകളാണ്, വിളകളാണ് ഈ വില്ലേജിൽ ഉണ്ടാക്കുന്നത്? വാട്ട് ഫെസ്റ്റിവൽസ് ആർ സെലിബ്രേറ്റഡ് ഇൻ ദ വില്ലേജ്? ഈ വില്ലേജിൽ എന്തൊക്കെ ഫെസ്റ്റിവൽസ് ആണ്, ഉത്സവങ്ങളൊക്കെയാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത്, ആഘോഷിക്കുന്നത്? പിന്നെ വാട്ട് ഡു യു ലൈക്ക് മോസ്റ്റ് അബൌട്ട് ലിവിങ് ഇൻ ദിസ് വില്ലേജ്? ഈ വില്ലേജിൽ ജീവിക്കുമ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു കാര്യം എന്താണ്? വാട്ട് അഡ്വൈസ് വുഡ് യു ഗീവ് ടു ദി ചിൽഡ്രൻ അബൌട്ട് ഫാമിങ്? കുട്ടികൾക്ക് ഫാമിങ്ങിനെ കുറിച്ചിട്ട് എന്തൊരു ഉപദേശം തരാനാണ് അച്ഛന് താല്പര്യം? എന്ത് ആണ് തരാനുള്ളത്, അഡ്വൈസ്, ഉപദേശം തരാനായിട്ടുള്ളത് എന്നൊക്കെ കേട്ടോ ക്വസ്റ്റ്യൻസ്. ഓക്കെ, അങ്ങനെ പീലിയുടെ അച്ഛൻ പറയുന്നുണ്ട്, ദാറ്റ്സ് ഹൗ വി മേക്ക് ഫുഡ്. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഫുഡ് ഉണ്ടാക്കണമെന്ന് പറയാണ്. അപ്പോൾ നമ്മളുടെ പീലിയുടെ ഫ്രണ്ട്സൊക്കെ എങ്ങനെയാണ് ഫുഡ് ഉണ്ടാക്കണമെന്നൊക്കെ ചോദിച്ചു. അപ്പോൾ അതിനാണ് അച്ഛൻ റെസിപ്പിയൊക്കെ പറഞ്ഞു കൊടുത്തു. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. നീനു പറയാണ്, നൈസ്, ഐ ടു വാണ്ട് ടു ലേൺ ടു കുക്ക് ഓൾ ദിസ്. എനിക്കും ഇതുപോലെ കുക്ക് ചെയ്യാനായിട്ട് പഠിക്കണമെന്ന് പറയാണ്. ഓക്കെ, നെക്സ്റ്റ്, ഷാൾ വി മേക്ക് എ ഡിഷ് ഫോർ ഫ്രണ്ട്സ്? അപ്പം നമുക്ക് ഫ്രണ്ട്സിന് വേണ്ടിയിട്ട് ഒരു ഡിഷ് ഉണ്ടാക്കിയാലോ? പ്രിപ്പയർ ഡിഷ് യൂസിങ് എഡിബിൾ ഐറ്റംസ് കളക്റ്റഡ് ഫ്രം യുവർ ലൊക്കാലിറ്റി. അപ്പം നിങ്ങളുടെ നിങ്ങളുടെ വീടിൻ്റെ അടുത്തുനിന്നായിട്ടുള്ള സാധനങ്ങൾ കൊണ്ടിട്ട് കഴിക്കാനായിട്ട് പറ്റുന്ന എഡിബിൾ ആയിട്ടുള്ള സാധനങ്ങൾ വെച്ചിട്ട് ഒരു ഡിഷ് ഉണ്ടാക്കുക. എന്നിട്ട് വിത്ത് ദ ഹെൽപ്പ് ഓഫ് എൽഡേഴ്സ് പ്രിപ്പയർ ആൻഡ് ബ്രിങ് ഇറ്റ് ടു ദ ക്ലാസ് റൂം. നിങ്ങളുടെ എൽഡേഴ്സിൻ്റെ സഹായത്തോടെ അത് കുക്കൊക്കെ ചെയ്ത് ക്ലാസ്സിലേക്ക് കൊണ്ടുപോകാനാണ് പറയുന്നത്. ഹോപ്പ് യു വുഡ് ഷെയർ ദ ഫുഡ് ഐറ്റംസ് ദാറ്റ് യു ബ്രിങ് വിത്ത് എവരി വൺ ഇൻ ദ ക്ലാസ്. അപ്പം നിങ്ങൾ ഫുഡ് ഐറ്റംസ് ക്ലാസ്സിലുള്ള എല്ലാവരുമായിട്ട് ഷെയർ ചെയ്യുമെന്ന് വിചാരിക്കുന്നു എന്നാണ് പറയുന്നത്. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് നോക്കാം. വിക്കി പറയാണ്, ഐ ലൈക്ഡ് ദിസ് പ്ലേസ് വെരി മച്ച്, ബട്ട് അങ്കിൾ ഐ ഹാവ് എ ഡൗട്ട്. വോണ്ട് യു ഫീൽ ബോർഡ് വിതൗട്ട് ഗുഡ് നെറ്റ്വർക്ക് കവറേജ് ആൻഡ് വൈഫൈ കണക്ടിവിറ്റി? അപ്പോൾ വിക്കി ചോദിക്കുകയാണ്, എനിക്ക് ഈ പ്ലേസ് വളരെയധികം ഇഷ്ടപ്പെട്ടു, പക്ഷെ എനിക്കൊരു ഡൗട്ട് ഉണ്ട് അങ്കിൾ. അതായത് നിങ്ങൾക്ക് ഇവിടെ വൈഫൈ കണക്ടിവിറ്റി ഒന്നും ഇല്ലാണ്ട് നിങ്ങൾക്ക് ബോറടിക്കത്തില്ലേ എന്നാണ് ചോദിക്കുന്നത്. വാട്ട് വിൽ യു ഡു ഇഫ് യു വിഷ് ടു പ്ലേ ഗെയിം? പീലിയോട് ചോദിക്കുകയാണ്, നിനക്കിപ്പോൾ ഒരു ഗെയിം കളിക്കണം എന്ന് തോന്നി, നീ എന്താ ചെയ്യുക? ഹൗ ഡു യു ഫീൽ ഹാപ്പി വിതൗട്ട് എനി ഗെയിംസ്? നമുക്ക് ഗെയിംസ് ഒന്നും കളിക്കാണ്ട് നിനക്ക് എങ്ങനെ ഹാപ്പി ആയിട്ടിരിക്കാൻ പറ്റും? ഇഫ് വി വർ ഇൻ സിറ്റി വി കുഡ് ഡു മെനി തിങ്സ്. ഞങ്ങൾ സിറ്റിയിലാണെങ്കിൽ ഞങ്ങൾക്ക് ഒത്തിരി കാര്യങ്ങൾ ചെയ്യാനായിട്ട് പറ്റും എന്ന് പറയാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ അപ്പു പറയാണ്, ഐ തിങ്ക് ദിസ് പ്ലേസ് ഇസ് മോർ ഇൻട്രസ്റ്റിംഗ് ദാൻ ദ സിറ്റി. അപ്പോൾ എനിക്ക് തോന്നുന്നത് സിറ്റിയെക്കാട്ടിലും കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പ്ലേസ് ഇതാണെന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ആണ്, വൈ വുഡ് ഹാവ് വിക്കി ആൻഡ് അപ്പു സെറ്റ് ടു ഡിഫറെൻറ്റ് ഒപ്പീനിയൻസ് അബൌട്ട് ദ സെയിം സിറ്റി? എന്തുകൊണ്ടായിരിക്കും വിക്കിക്കും അപ്പുവിനും രണ്ട് ഒപ്പീനിയൻസ് എന്തുകൊണ്ടായിരിക്കും ഒരു സെയിം സിറ്റീനെ കുറിച്ച്? അതൊന്ന് നമുക്ക് നോക്കാം അല്ലേ? ഓക്കെ, അപ്പോൾ എന്തുകൊണ്ടാണ് വിക്കിക്കും അപ്പുവിനും രണ്ട് ഒപ്പീനിയൻസ് അബൌട്ട് ദ സെയിം സിറ്റീനെ കുറിച്ച്? രണ്ട് ഒപ്പീനിയൻസ് എന്തുകൊണ്ടാണെന്ന് നോക്കിയാലോ? Vicky and Apu have different opinions because they live in different circumstances in the same city. അപ്പോൾ ഇവർക്ക് രണ്ടുപേർക്കും രണ്ട് തരത്തിലുള്ള ഒരു അഭിപ്രായം ഉണ്ടാവാനായിട്ടുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, ഇവർ രണ്ടുപേരും സെയിം സിറ്റീൻ്റെ ഉള്ളിൽ തന്നെയാണ് താമസിക്കുന്നതെന്ന് വെച്ചാലും രണ്ടുപേരുടെയും ജീവിത രീതികൾ വ്യത്യാസമുള്ളതാണ്. ഓക്കെ, വിക്കി ലീവ്സ് ഇൻ അപ്പാർട്ട്മെൻറ്റ് ആൻഡ് ഹിസ് പാരൻസ് ഹാവ് ഗുഡ് ജോബ്സ്. അപ്പോൾ വിക്കി ഒരു അപ്പാർട്ട്മെൻറ്റിലാണ് ജീവിക്കുന്നത്. ആൻഡ് അവൻ്റെ പാരൻസിനാണെങ്കിലും നല്ല ജോബുണ്ട്, നല്ല പൈസക്കാരാണ്, അതുപോലെ നല്ല ഫെസിലിറ്റീസൊക്കെ അവൻ്റെ വീട്ടിലുണ്ട്. അതുകൊണ്ട് അവൻ സിറ്റി ലൈഫ് എൻജോയ് ചെയ്യുന്നു. പക്ഷെ അപ്പൂന് അങ്ങനെയാണോ? അല്ല. അവൻ്റെ അമ്മയും അവനും കൂടി ഒരു സ്ലമ്മിലാണ് താമസിക്കുന്നത്. എന്നുവെച്ചാൽ ഒരു ചേരി പ്രദേശത്താണ് അവർ താമസിക്കുന്നത്. അതുപോലെ അവർക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്, പൈസ ഇല്ലാണ്ടും ഒക്കെയുള്ള ബുദ്ധിമുട്ടുകളുണ്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ടൊക്കെ ആയിരിക്കും. അപ്പോൾ അവന് എത്ര ഫെസിലിറ്റീസ് ഉണ്ടായിരിക്കില്ല, അത്രയും ബ്യൂട്ടിഫുൾ ആയിരിക്കാനായിട്ടുള്ള ചാൻസസ് ഇല്ല. അപ്പോൾ അതുകൊണ്ടായിരിക്കാം ഇവർക്ക് രണ്ടുപേർക്കും ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒപ്പീനിയൻസ് കേട്ടോ ഒരു സിറ്റീനെ കുറിച്ചിട്ട്. ഓക്കെ, അപ്പോൾ പീലിയുടെ അച്ഛൻ പീലിയുടെ കൂട്ടുകാരോട് പറയാണ്, ദർ ആർ വാരിയസ് ഗെയിംസ് ഹിയർ ടു, കം ഓൺ ലെറ്റ്സ് ഗോ ആൻഡ് സീ ഹൗ ദ ചിൽഡ്രൻ ആർ പ്ലേയിങ് ആൻഡ് ഹാവിങ് ഫൺ ഹിയർ. അപ്പോൾ ഇവിടെ ഒരുപാട് ഗെയിംസൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ, നമുക്ക് കാണാൻ പോയിട്ട് നമുക്ക് കുട്ടികളൊക്കെ കളിക്കുന്നത് കണ്ടിട്ട് നമുക്കൊന്ന് ഒരു എൻജോയ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അച്ഛൻ അവരോട് പറയുന്നുണ്ട്. ഓക്കെ,
Come on, we can also go with Peely's father and see the different streams of fun in the village. നമുക്ക് പീലിയുടെ അച്ഛൻ്റെ കൂടെ പോയിട്ട് നമുക്ക് അവിടുത്തെ എൻ്റർടൈൻമെൻറ്റ്സ് ഒക്കെ കാണാം എന്ന് പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അടുത്തതായിട്ട് ഒരു പറയുന്നുണ്ട്, യു ടു ഹാവ് എക്സ്പീരിയൻസ്ഡ് മൊമെൻറ്റ്സ് ഓഫ് ഹാപ്പിനെസ് ഇൻ യുവർ ലൈഫ്, ഹാവിൻ യു? അപ്പം നിങ്ങളുടെ ലൈഫിൽ ഹാപ്പിയസ്റ്റ് ആയിട്ടുള്ള മൊമെൻറ്റ്സ് നിങ്ങൾക്ക് ഉണ്ടായിട്ടില്ലേ? വാട്ട് തിങ്സ് മേക്സ് യു ഹാപ്പി? എന്ത് കാര്യങ്ങളാണ് നിങ്ങളെ സന്തോഷമാക്കുന്നത്? With help of digital devices in the school, make a selfie video titled My Happiness under the supervision of your teacher. ഓക്കെ, അപ്പോൾ നിങ്ങളെ ഹാപ്പി ആക്കുന്ന കാര്യം ഒരു വീഡിയോ ആക്കാനാണ് പറയുന്നത് കേട്ടോ. സ്കൂൾ ഡിവൈസ് നിങ്ങൾക്ക് ചെയ്യേണ്ട ആവശ്യം വരത്തില്ല ഇത്. ഓക്കെ, ദി റസ്റ്റിക് ബ്യൂട്ടി. അപ്പോൾ അടുത്തത് നമ്മളുടെ നാടിൻ്റെ ഭംഗി നമുക്ക് കാണാം കേട്ടോ. വാക്ക് ത്രൂ പീലീസ് വില്ലേജ് ആൻഡ് സീ ഹൗ സിമ്പിൾ ആൻഡ് ബ്യൂട്ടിഫുൾ ഇറ്റ് ഈസ്. നമുക്ക് പീലിയുടെ വില്ലേജിലൂടെ നടക്കാം. അപ്പോൾ നമുക്ക് എത്ര സിമ്പിൾ ആൻഡ് ബ്യൂട്ടിഫുൾ ആണെന്ന് കാണാമെന്നാണ് പറയുന്നത് കേട്ടോ. വില്ലേജേഴ്സ് കം ടു ദ വീക്ക്ലി മാർക്കറ്റ്സ് ടു ബൈ ആൻഡ് സെൽ ദ ലോക്കലി പ്രൊഡ്യൂസ്ഡ് ഗുഡ്സ്. പീലിയുടെ അച്ഛൻ പറയാണ് ഇവിടെ വില്ലേജേഴ്സൊക്കെ വീക്കിലി വരും, അതായത് ആഴ്ചയിൽ സാധനങ്ങൾ വിൽക്കാനായിട്ടും വാങ്ങാനൊക്കെ ആയിട്ടും വില്ലേജേഴ്സ് വരുന്നു. ഇവിടുത്തെ സാധനങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ തന്നെ ഉണ്ടാക്കുന്ന സാധനങ്ങളാണ് കേട്ടോ ഇവിടെ വിൽക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ്, ദർ ആർ വീക്ക്ലി, റെഗുലർ ആൻഡ് ഈവനിങ് മാർക്കറ്റ്സ് ഇൻ യുവർ ലൊക്കാലിറ്റി, റൈറ്റ്? വിസിറ്റ് എ മാർക്കറ്റ് വിത്ത് യുവർ എൽഡേഴ്സ്, ഒബ്സർവ് ദ ആക്ടിവിറ്റീസ് ദർ ആൻഡ് പ്രിപ്പയർ നോട്ട്സ്. അപ്പോൾ നിങ്ങളുടെ അവിടെയും വീക്കിലി റെഗുലർ ആയിട്ടുള്ള ഈവനിങ് മാർക്കറ്റ്സൊക്കെ നിങ്ങളുടെ അവിടെ ഉണ്ടായിരിക്കാം അല്ലേ? അപ്പോൾ അവിടേക്കൊക്കെ നിങ്ങളുടെ എൽഡേഴ്സിൻ്റെ കൂടെ പോയിട്ട് അവിടുത്തെ കാര്യങ്ങളൊക്കെ നിരീക്ഷിച്ചിട്ട് അതിനെക്കുറിച്ച് ഒരു നോട്ട് ഉണ്ടാക്കാനായിട്ടാണ് പറയുന്നത്. ഓക്കെ, Peely's father gifted her friends that had made of coconut fronds, baskets and clothes. അപ്പോൾ പീലിയുടെ അച്ഛൻ പീലിയുടെ കൂട്ടുകാർക്ക് നമ്മളുടെ തെങ്ങിൻ്റെ ഓല കൊണ്ടുണ്ടാക്കിയിട്ടുള്ള കൊട്ടകളും ബാസ്ക്കറ്റ്സും ക്ലോത്ത്സും തൊപ്പിയും എല്ലാ സാധനങ്ങളും വാങ്ങിച്ചു കൊടുത്തു എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ്, there are many such ponds in this village. My friends and myself learned to swim in these ponds. അപ്പോൾ നമ്മളുടെ പീലി പറയാണ്, ഇതുപോലെ ഇവിടെ കുറേ കുളങ്ങളുണ്ട്, ഞാനും എൻ്റെ ഫ്രണ്ട്സൊക്കെ ഇങ്ങനെയുള്ള കുളങ്ങളിലാണ് നീന്തൽ പഠിച്ചിട്ടുള്ളത്. ഓക്കെ, അങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ നീനു പറയാണ്, ഓ ഹൗ ഹാപ്പി ഐ എം വെൻ ഐ സീ ദം ഓൾ എൻജോയിങ്. ഞാൻ എത്ര ഹാപ്പിയാണ് ഇവർ ഇങ്ങനെ എൻജോയ് ചെയ്യുന്നത് കാണുമ്പം എന്ന് പറയാണ് കേട്ടോ. നെക്സ്റ്റ് നമുക്ക് ഇവിടെ ഒരു സാധനം കാണാം, ബുൾ സർഫിംഗ് കോമ്പറ്റീഷൻസ്. കാളപ്പൂട്ട് മത്സരം ആർ ഹെൽഡ് ഇൻ ഫീൽഡ് ദാറ്റ് ഹാവ് ബീൻ പ്ലഫ്ഡ് ഫോർ ദ സെക്കൻഡ് ക്രോപ്പ് ആഫ്റ്റർ ഹാർവെസ്റ്റ്. അപ്പോൾ കാളപ്പൂട്ട് എന്ന് പറയുന്നൊരു മത്സരമുണ്ട്. ഇതിലെന്ന് വെച്ച് കഴിഞ്ഞാൽ കാളകളെ വെച്ചിട്ട് നമ്മളുടെ നിലം ഉഴുതുമറിക്കുന്ന ഒരു പരിപാടിയാണ് കേട്ടോ ഇത്. ഓക്കെ, അപ്പോൾ അത് കാണാനായിട്ട് നമ്മളുടെ പീലിയുടെ ഫ്രണ്ട്സൊക്കെ അവിടെ നിൽക്കുന്നുണ്ട്. ഓക്കെ, എന്നിട്ട് പീലി കാണിച്ചു കൊടുക്കുകയാണ്, ഇതാണ് ഞങ്ങളുടെ വില്ലേജിലെ ഫെസ്റ്റിവൽ, ഉത്സവം എന്ന് പറയാണ് കേട്ടോ. എന്നിട്ട് ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്, ആർ ദർ ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ഫെസ്റ്റിവൽസ് ഇൻ യുവർ ലൊക്കാലിറ്റി ടു? നിങ്ങൾ താമസിക്കുന്ന സ്ഥലങ്ങളിൽ ഇതുപോലെ ഫെസ്റ്റിവൽസ് ഒക്കെ ഇല്ലേ? ആസ്ക് ദ എൽഡേഴ്സ് ഇൻ യുവർ ഫാമിലി അബൌട്ട് ദ സെലിബ്രേഷൻസ് സച്ച് ആസ് ഫെസ്റ്റിവൽസ്, ഫീസ്റ്റ്, urus, fires, sports, competitions, etc. and prepare a description. Share your experience in the class of watching and enjoying this fest with the elders in the family. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ നാട്ടിലും ഒരുപാട് ഉത്സവങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും അല്ലേ? പെരുന്നാളുകൾ, അതുപോലെ സ്പോർട്സ് കോമ്പറ്റീഷൻസ്, ഇതൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ നിങ്ങളിതൊക്കെ നിങ്ങളുടെ എൽഡേഴ്സിൻ്റെ കൂടെ പോയി കണ്ടിട്ട് അല്ലെങ്കിൽ ചോദിച്ചിട്ട് അതിനെക്കുറിച്ച് ഒരു നോട്ട്സൊക്കെ ഉണ്ടാക്കി അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള എക്സ്പീരിയൻസ് നിങ്ങളുടെ ക്ലാസ്സിൽ ഷെയർ ചെയ്യാനാണ് പറയുന്നത്. ഓക്കെ, സോ ഉത്സവത്തിനൊക്കെ പോയിട്ട് പീലിയുടെ ഫ്രണ്ട്സൊക്കെ ഇവിടെ പോകുന്നുണ്ട് അല്ലേ? ഓക്കെ, യു ആർ റിട്ടേണിങ് വിത്ത് യുവർ ഫ്രണ്ട്സ് ആൻഡ് പീലി അറ്റ് നൈറ്റ് ആഫ്റ്റർ വാച്ചിങ് ദ സൈറ്റ്സ് ഇൻ ദ വില്ലേജ്. അപ്പം നിങ്ങൾ പീലിയുടെയും ഫ്രണ്ട്സിൻ്റെയും കൂടെ അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് മടങ്ങിയെത്താണ്. ഹൗ അബൌട്ട് കമ്പോസിങ് ആൻഡ് സിംഗിങ് എ സോങ് അറ്റ് ദിസ് ടൈം? അപ്പോൾ
ഈ കണ്ട കാര്യങ്ങളെക്കുറിച്ചിട്ടൊക്കെ ഒരു സോങ് എഴുതി അത് കമ്പോസ് ചെയ്താലോ? ഷാൽ വി കമ്പോസ് എ സോങ് ടൈറ്റിൽ മൈ വില്ലേജ്? റൈറ്റ് എ സോങ് കവറിങ് ദ വില്ലേജസ് യു ഹാവ് സീൻ ആൻഡ് പീലീസ് വില്ലേജ് ആൻഡ് സിംഗ് ഇറ്റ് ടു ദ ക്ലാസ് ഇൻ യുവർ ഓൺ റിതം. അപ്പോൾ ഇതിൽ പറയുന്നത് എന്താണ്? നിങ്ങളുടെ വില്ലേജസൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ മറ്റ് വില്ലേജസൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ലേ? അതുപോലെ പീലിയുടെ വില്ലേജും ഇപ്പോൾ കണ്ടു. അപ്പോൾ അങ്ങനെ ഒരു വില്ലേജിനെ കുറിച്ച് നിങ്ങൾക്കൊരു ഐഡിയ ഉണ്ടാവും. അപ്പോൾ അതിനെക്കുറിച്ചിട്ട് ഒരു പാട്ടുണ്ടാക്കിയിട്ട് നിങ്ങളുടെ ക്ലാസ്സിൽ പാടാനാണ് പറയുന്നത് കേട്ടോ. ഓക്കെ, അങ്ങനെ നമ്മളുടെ പീലിയും ഫ്രണ്ട്സും ഒരു മലമുകളിൽ കയറിയിട്ട്, ഒരു കുന്നിൻ്റെ മുകളിൽ കയറിയിട്ട് നമ്മളുടെ മൂണിനെ കാണുന്നുണ്ട്. ഓക്കെ, find a spot in your place where you can see a night view. What are the sights do you see? Let's draw them. Organize a picture exhibition in the class with all the pictures drawn by all of you under the title My Night and Sky. അപ്പോൾ നിങ്ങളൊരു നൈറ്റ് വ്യൂ ഒക്കെ കണ്ടിട്ടുണ്ടായിരിക്കില്ലേ? അപ്പോൾ അത് നിങ്ങൾ എന്ത് ചെയ്യുക? അത് വരച്ചിട്ട് നിങ്ങളുടെ ക്ലാസ്സിൽ പ്രസൻറ്റ് ചെയ്യാനാണ് പറയുന്നത് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് നമ്മളുടെ നീനു പറയുന്നുണ്ട്, പീലി, ഹൗ ഹാപ്പി ഈസ് യുവർ വില്ലേജ് ആൻഡ് ദ വില്ലേജേഴ്സ്? പീലി, നിങ്ങളുടെ വില്ലേജേഴ്സും വില്ലേജൊക്കെ എന്തൊരു ഹാപ്പിയാണ്. അപ്പോൾ പറയുന്നുണ്ട്, ഐ ജസ്റ്റ് കാൺ വെയിറ്റ് ടു ടെൽ അമ്മ അബൌട്ട് ദീസ് സൈറ്റ്സ്. അപ്പോൾ എനിക്ക് അമ്മയുടെ അടുത്ത് ഈ കാര്യങ്ങളെക്കുറിച്ചിട്ടൊക്കെ എനിക്ക് പറയണം. അതിനാണ് എനിക്കത് വെയിറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, എനിക്ക് അമ്മയോട് പറയണമെന്ന് പറയാണ്. നെക്സ്റ്റ് നമ്മുടെ വിക്കി പറയാണ്, ഐ തോട്ട് സിറ്റി ലൈഫ് അലോൺ ഹാസ് ഫൺ. ദാറ്റ് തോട്ട് ചേഞ്ച്ഡ് ആഫ്റ്റർ ദിസ് ട്രിപ്പ്. അപ്പോൾ വിക്കി പറയുന്നത്, ഞാൻ വിചാരിച്ചിരുന്നത് സിറ്റി ലൈഫാണ് ഏറ്റവും രസകരം എന്നാണ് വിചാരിച്ചിരുന്നത്, പക്ഷേ ഈ ട്രിപ്പിന് ശേഷം എൻ്റെ ആ ഒരു ചിന്ത മാറി എന്നാണ് പറയുന്നത്. നമ്മുടെ ചമേലി പറയുന്നുണ്ട്, മൈ മാ ഹാസ് ടോൾഡ് മീ ദാറ്റ് മൈ നേറ്റീവ് വില്ലേജ് ഇസ് ഓൾസോ ലൈക്ക് ദിസ്. അപ്പോൾ ഞങ്ങളുടെ സ്ഥലവും ഞങ്ങളുടെ പ്ലേസ് ഇതുപോലെ തന്നെയാണെന്ന് അമ്മ പറഞ്ഞിട്ടുണ്ടെന്ന് നമ്മുടെ ചമേലി പറയുന്നുണ്ട് കേട്ടോ. ഓക്കെ, friends who visited Peely's village with you have shared their opinion. Don't you also have something to say about Peely's village? Write how the sight of the village influenced you. അപ്പോൾ പീലിയുടെ ഫ്രണ്ട്സൊക്കെ വില്ലേജ് കണ്ടതിന് ശേഷം അവരുടെ അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞു അല്ലേ. അപ്പോൾ ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും തോന്നിയോ? അപ്പോൾ അത് നിങ്ങൾ എഴുതാനാണ് പറയുന്നത് കേട്ടോ. Before starting the trip, you might have had different preconceived notions about Peely's village, the ways of happiness and the life of other people. അപ്പോൾ ഈ ഒരു ട്രിപ്പ് തുടങ്ങുന്നതിന് മുമ്പ് പീലിയുടെ വില്ലേജിനെ കുറിച്ച് നിങ്ങൾക്ക് പലതരം അഭിപ്രായങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും, അല്ലെങ്കിൽ ചിന്തകൾ ഉണ്ടായിട്ടുണ്ടായിരിക്കും. അവിടുത്തെ ലൈഫ്, അവിടുത്തെ ഹാപ്പിനെസ്, അവിടുത്തെ ആളുകളുടെ ജീവിതങ്ങൾ, ഇതിനെക്കുറിച്ചിട്ടൊക്കെ നിങ്ങൾക്കൊരു മുൻധാരണ ഉണ്ടായിരുന്നുണ്ടാവും അല്ലേ. ഓക്കെ, സോ ഡിഡ്ന്റ് യു ഗെയിൻ സം ന്യൂ എക്സ്പീരിയൻസ് ആൻഡ് നോളജ്? എനിക്ക് പുതിയ എക്സ്പീരിയൻസും അതുപോലെ നോളജും കിട്ടിയോ? ലിസൺ ടു പീലീസ് വില്ലേജ്. നമുക്ക് പീലിയുടെ ഫ്രണ്ട്സിനെ നമുക്ക് കേൾക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ വിക്കി പറയാണ്, ഐ തോട്ട് ഐ വുഡ് ബി ഹാപ്പി ഓൺലി വിത്ത് അഡ്വാൻസ്ഡ് ഫെസിലിറ്റീസ് ഇൻ ദ സിറ്റീസ്. സച്ച് എ തോട്ട് ഹാസ് ചേഞ്ച്ഡ്. അപ്പോൾ വിക്കി പറയുന്നത്, ഞാൻ വിചാരിച്ചിരുന്നത് സിറ്റിയിലെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഫെസിലിറ്റീസ് ഒക്കെ, നല്ല ഫെസിലിറ്റീസൊക്കെ ആണ് നമ്മളെ ഹാപ്പി ആക്കുന്നതെന്നാണ് അവൻ വിചാരിച്ചിരുന്നത്. പക്ഷെ ആ ഒരു തോട്ട് മാറി എന്നാണ് വിക്കി പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് അപ്പു പറയാണ്, ഐ വാസ് തിങ്കിങ് ദ സെയിം ആസ് വിക്കി സെഡ്. വി ഹാഡ് അവർ ഓൺ ഹാപ്പിനെസ് ദർ. ഐ അണ്ടർസ്റ്റുഡ് ദാറ്റ് ദർ ഈസ് ഹാപ്പിനെസ് എവരിവെയർ. അപ്പം വിക്കി പറഞ്ഞതുപോലെ തന്നെയാണ് ഞാനും ചിന്തിച്ചതെന്നാണ് അപ്പു പറയുന്നത്. നമ്മളിരിക്കുന്ന സ്ഥലത്ത് ഒരു ഹാപ്പിനെസ് ഉണ്ടായിരിക്കും. ഇപ്പോൾ എനിക്ക് മനസ്സിലായി ഹാപ്പിനെസ് എല്ലായിടത്തും ഉണ്ടായിരിക്കുന്നു. ഓക്കെ, നെക്സ്റ്റ് ചമീലി പറയാണ്, ഐ വാസ് അഫ്രേഡ് ദാറ്റ് എവറി വൺ വുഡ് സീ മീ ആസ് എ കിഡ് ഫ്രം അനദർ സ്റ്റേറ്റ് ആൻഡ് മൈറ്റ് സെറ്റ് മീ അസൈഡ്. ഇറ്റ് ഹാസ് ചേഞ്ച്. ചമീലി എന്താ പറയുന്നത്? ഞാൻ പേടിച്ചിരുന്നത് മറ്റുള്ളവർ എന്നെ മറ്റൊരു അന്യ സംസ്ഥാനത്ത് നിന്ന് വരുന്ന ഒരു കുട്ടിയായിട്ട് കണ്ടിട്ട് എന്നെ മാറ്റി നിർത്തുമെന്നാണ് വിചാരിച്ചിരുന്നത്, പക്ഷേ അതൊക്കെ ഇപ്പം മാറി എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് നമ്മുടെ നീനു പറയാണ്, ഐ നെവർ തോട്ട് ഐ കുഡ് എക്സ്പീരിയൻസ് ദീസ് സൈറ്റ്സ് ആൻഡ് എൻജോയ്. അപ്പം ഞാൻ ഒരിക്കലും വിചാരിച്ചിരുന്നില്ല ഇതുപോലുള്ള സൈറ്റ്സൊക്കെ എനിക്ക് കാണാനായിട്ട് പറ്റും, എൻജോയ് ചെയ്യാനൊക്കെ പറ്റുമെന്ന് ഞാൻ വിചാരിച്ചിരുന്നില്ല എന്നാണ് നീനു പറയുന്നത്. ഓക്കെ, അപ്പോൾ ദീസ് ചിൽഡ്രൻസ് ഹാവ് കറക്റ്റഡ് ദ പ്രീ കൺസീവ് നോഷൻസ് ഹാവിൻ ദേ. അപ്പോൾ ഇവർക്ക് മുൻപ് ഉണ്ടായിരുന്ന മുൻധാരണയൊക്കെ മാറിയിട്ടുണ്ടല്ലേ. അപ്പം
you two have traveled through Peely's village. What are the new piece of information you gained during this journey? അപ്പോൾ നിങ്ങളും പീലിയുടെ വില്ലേജിലേക്ക് ഒരുമിച്ച് യാത്ര ചെയ്തതാണല്ലേ. അപ്പോൾ നിങ്ങൾക്കും ഒരുപാട് ഇൻഫോർമേഷൻസ് കിട്ടിയിട്ടുണ്ടായിരിക്കുമല്ലോ. അത് നിങ്ങളുടെ ഫ്രണ്ട്സായിട്ട് ഷെയർ ചെയ്യാനാണ് പറയുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മളുടെ പീലീസ് വില്ലേജ് എന്ന് പറയുന്ന ചാപ്റ്റർ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും പീലിയുടെ വില്ലേജ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് ഞാൻ കരുതുകയാണ്. അപ്പോൾ നമ്മളുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.